സും അതേപോലെ പ്രൊട്ടസ്റ്റെല്ലാം നടത്തി. ആൻഡ് ഇവർ രണ്ട് മേജർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ ഫ്രാൻസിൽ ന്യൂക്ലിയർ ടെസ്റ്റ് എക്സ്പ്ലോഷൻസിനെതിരെ ഇവർ ഫൈറ്റ് ചെയ്തു. അതേപോലെ കൊമേഴ്ഷ്യൽ ഹണ്ടിങ് ഓഫ് വെയിൽസ് ആൻഡ് ഹാർപ്പ് സീൽസ്, ന്യൂക്ലിയർ വേസ്റ്റിൻ്റെ ഡംപിങ് മെഡിറ്ററേനിയൻ സീ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഗ്രീൻ പീസ് എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് നടത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, യുണൈറ്റഡ് നേഷൻ എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം UN. UNEP is a UN agency concerned with the coordination of intergovernmental measures for environmental monitoring and protection. It was formed in 1972, soon after the Stockholm Conference. So UNEP എന്ന് പറയുന്ന ഒരു UN ഏജൻസിയാണ്. സോ ഇതൊരു ഇൻ്റർഗവൺമെൻറ്റൽ ആയിട്ടുള്ള, അതായത് ഒരുപാട് ഗവൺമെൻറ് ചേർന്നിട്ടുള്ള ഒരു കോർഡിനേഷനാണ് എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്ങും അതിൻ്റെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട്. ഇത് ഫോം ചെയ്തത് 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിന് ശേഷമാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നൈറോബി, കെന്യ. ഇറ്റ് ഹാസ് എ ഗവർണിംഗ് കൗൺസിൽ ആൻഡ് വോളണ്ടറി ഫണ്ട് കോൾഡ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് ഫണ്ട്. സോ ഇതിന് ഒരു വോളണ്ടറി ഫണ്ട് ഉണ്ട്. ആ വോളണ്ടറി ഫണ്ടിനാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ ടു ഫിനാൻസ് ദ പ്രോജക്റ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് എൻവയോൺമെൻറ്റ്. അതായത് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് international institution is to assure that environmental issues will give prime priority and maximum consideration, and highest preference would be paid for taking decisions on environment related matters. സോ ഈ ഒരു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിന് മാക്സിമം കൺസിഡറേഷനും പ്രൈം പ്രയോറിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ട് എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിന് വേണ്ടിയിട്ട് ഡിസിഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. UNEP ഹാസ് ഫോർമുലേറ്റഡ് ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻ ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ്. Presently, it is involved in a number of projects in different parts of the world, such as Ganga Action Plan. സോ UNEP എന്ന് പറയുന്നത് കുറേ പ്രോജക്ട്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പ്രോജക്റ്റിന് എക്സാമ്പിളാണ് ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് പ്ലേഡ് എ സക്സസ്ഫുൾ റോൾ ഇൻ ഡ്രോയിങ് ദ അറ്റൻഷൻ ഓഫ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ടു എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് സച്ച് ആസ് റാപ്പിഡ് ഡിപ്ലീഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. സോ ഈ UNEPക്ക് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റീസിന് എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെതിരെ അറ്റൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ലൈക്ക് നമ്മൾ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സിൻ്റെ ഡിപ്ലീഷൻ, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, മാസീവ് സോയിൽ ഇറോഷൻ, എക്സ്റ്റൻസീവ് ഡൈവേഴ്സിഫിക്കേഷൻ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഏജൻസി അറ്റൻഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ UNEPക്ക് ഒരു സക്സസ്ഫുൾ റോൾ ഉണ്ടായിട്ടുണ്ട്. It has already instituted awards and fellowship to individuals and organizations working for the cause of environment. സോ ഇതിന് കുറേ ഫെലോഷിപ്സും അതുപോലെ അവാർഡ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ UNEPക്ക് ഒരുപാട് ഫെലോഷിപ്സും അവാർഡ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, WCED. WCED is an international commission constituted by UN General Assembly in 1983 with Mrs. Gro Harlem Brundtland, the Prime Minister of Norway, as the chairperson. So WCED എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ കമ്മീഷനാണ്. UN ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ടാണ് ഇത് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1983. സോ നോർവേൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മിസ് ഗ്രോ ഹാലേം ബ്രണ്ട്ലാൻഡ് ആണ് ഇതിൻ്റെ ചെയർപേഴ്സൺ. ഇൻ 1987 ദ കമ്മീഷൻ ദെൻ കോൾഡ് ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ. സോ 1987 ആയപ്പോഴത്തേക്ക് ഈ ഒരു കമ്മീഷന് ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എന്ന് പറയപ്പെടുകയുണ്ടായി. ആൻഡ് പബ്ലിഷ്ഡ് ഇറ്റ്സ് റിപ്പോർട്ട് അവർ കോമൺ ഫ്യൂച്ചർ. അങ്ങനെ അവരൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു, അതിൻ്റെ പേരാണ് അവർ കോമൺ ഫ്യൂച്ചർ. ദിസ് റിപ്പോർട്ട് ഈസ് എസെൻഷ്യലി ആൻ അനാലിസിസ് ഓഫ് ദ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇന്റർറിലേഷൻ, focusing sustainability as the main benchmark of environmental policy. The Commission proposed a three-pronged program to establish sustainable development, giving emphasis on.
സോ ഈ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു 3 pronged പ്രോഗ്രാമിന് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. സോ ആ 3 pronged പ്രോഗ്രാം ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഫോർ സേഫ് ഗാർഡിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. Second one, alleviation of poverty in developing and underdeveloped countries, around which revolves the global sustainability. Third one, reorientation of international trade and capital flow to stimulate international economy. Brundtland report was adopted by the UN General Assembly. So, ഈ ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് UN General Assembly അഡോപ്റ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് സൈറ്റ്സ്. CITES is the abbreviation of the Convention on International Trade in Endangered Species of Wild Fauna and Flora. സോ സൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ട്രേഡാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു, അതായത് വൈൽഡ് ഫോണയിലെയും ഫ്ലോറയിലെയും എൻഡേഞ്ചേർഡ് സ്പീഷീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ട്രേഡാണ് സൈറ്റ്സ്. ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് ടു എൻഷുർ ദാറ്റ് international trade on wild plants and animals and their products will not endanger their survival. സോ ഇതൊരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ്. എന്തിനാന്ന് വെച്ചാൽ വൈൽഡ് പ്ലാന്റ്സും ആനിമൽസും അതുപോലെ തന്നെ അവരുടെ പ്രോഡക്ട്സും അപ്പോൾ സൈറ്റ്സ് എന്ന് വെച്ചാൽ അതൊരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ വൈൽഡ് പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ എല്ലാം പ്രോഡക്ട്സിൻ്റെ ട്രേഡ് നടത്തുന്ന സമയത്ത് ആ ഒരു സ്പീഷീസിൻ്റെ സർവൈവലിനെ ബാധിക്കില്ല, അതായത് അതിൻ്റെ ഹാബിറ്റാറ്റിനെയോ ലൈഫ് സ്റ്റൈലിനെയോ ഒന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈറ്റ് എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റ് കൊണ്ടുവന്നത്. സൈറ്റ് ഈസ് ദ ഔട്ട്കം ഓഫ് എ റെസൊല്യൂഷൻ അഡോപ്റ്റഡ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ഓഫ് IUCN in 1963. സോ IUCNൻ്റെ മെമ്പേഴ്സ് നടത്തിയ മീറ്റിങ്ങിൽ 1963 ഇത് ഫസ്റ്റ് ലോഞ്ച് ചെയ്തത്. ഇറ്റ് വാസ് ഫോർമലി അക്സെപ്റ്റഡ് ഓൺ 3rd March 1973 അറ്റ് എ മീറ്റിംഗ് ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് മീറ്റിംഗ് ഓഫ് 80 countries held in Washington DC. സോ ഇത് ശരിക്കും ആക്സെപ്റ്റ് ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ 1973 3rd March. സോ 80 കൺട്രീസിലായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് USA വാഷിങ്ടണിൽ വെച്ചിട്ടാണ് നടന്നത്. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1st July 1975. ദ കൺട്രി വിച്ച് ഹാവ് ഓൾറെഡി ജോയിൻഡ് ദ എഗ്രിമെൻറ്റ് ആർ കോൾഡ് പാർട്ടീസ്. സോ കുറേ 80 കൺട്രീസിൽ മെമ്പേഴ്സ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഈ ഒരു എഗ്രിമെൻറ്റിൽ ജോയിൻഡ് ആയിട്ടുള്ള കൺട്രീസിനെയാണ് പാർട്ടീസ് എന്ന് പറയുന്നത്. Currently, CITES has 171 parties. Each party has to pass its own domestic legislation in accordance with the provision of the CITES to ensure that international trade in selected species is strictly regulated to protect them from overexploitation and extinction. So, ഈ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്ന സമയത്ത്, ഈ ഒരു സ്പീഷീസിൻ്റെ ട്രേഡ് നടത്തുന്ന സമയത്ത് അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ അതുപോലെ തന്നെ ആ ഒരു സ്പീഷീൻ്റെ പ്രോഡക്റ്റിന് ഓവർ എക്സ്പ്ലോയിറ്റേഷനും എക്സ്റ്റിങ്ഷൻ പോലുള്ള ഹസാർഡസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ട്രേഡ് നടത്തണം എന്നാണ് ഇവരുടെ ഒരു എയിം എന്ന് പറയുന്നത്. മോർ ദാൻ 30,000 species of plants and animals are now protected from extinction through the implementation of provision of CITES. അപ്പോൾ മോർ ദാൻ 30,000 plant and animal species ഈ ഒരു സൈറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ട് എക്സ്റ്റിങ്ഷനിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ട്രീറ്റി. ഫസ്റ്റ് വൺ സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. On 5 June 1972, an international conference of human environment was held in Stockholm, Sweden, under the initiative of the UN. So 1972 June 5 ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടായത്. അതിനെയാണ് സ്റ്റോക്ക്ഹോമിൽ വെച്ച് ഹ്യൂമൻ എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർനാഷണൽ കോൺഫറൻസാണ് ഇത് സ്റ്റോക്ക്ഹോമിൽ
സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ടാണ് നടന്നത്. ഇതിൻ്റെ ഇനീഷ്യേറ്റീവും UN ആയിരുന്നു. Though the conference was held on a small scale, it stands distinct in that it was the first international attempt to uphold the importance of environmental issues. So ഫസ്റ്റ് ഇത് തുടങ്ങുന്ന സമയത്ത് ഇതൊരു സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള കോൺഫറൻസ് ആയിരുന്നു. ആൻഡ് ഇത് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിന് വേണ്ടിയിട്ട് നടന്ന ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ അറ്റംപ്റ്റാണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് പറയുന്നത്. The conference was attempted by several world leaders including then Prime Minister SMT Indira Gandhi. So ഈ ഒരു കോൺഫറൻസിൽ ഒരുപാട് വേൾഡ് ലീഡേഴ്സ് എല്ലാം പങ്കെടുത്തിട്ടുണ്ട്, including Indira Gandhi. The conference discussed economic development in terms of environmental equilibrium. It stressed that economic development must always be environmentally sustainable. The formal statement of the conference is known as Stockholm Declaration. So ഈ ഒരു കോൺഫറൻസിൻ്റെ ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഈ ഡിക്ലറേഷനിൽ കുറേ പ്രിൻസിപ്പിൾസ് എല്ലാം ഉണ്ട്. ഈ ഒരു principles intended to serve as the basis for the future legally binding multilateral agreements. Also, it contained 109 recommendations to implement the proposed action plan for human environment. These recommendations are related to 3 areas, namely environment assessment, environmental management, and supporting institutional measures. So ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ എന്തുണ്ട്, ഒരുപാട് മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ് അടങ്ങിയിട്ടുണ്ട്. സോ അതിൽ 109 റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ട്. സോ ഇതാണ് ഗംഗ പ്ലാൻ ഫോർ ഹ്യൂമൻ എൻവയോൺമെൻറ്റിന് പ്രപ്പോസ് ചെയ്തത്. സോ 109 റെക്കമെൻഡേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു റെക്കമെൻഡേഷൻ മെയിനായിട്ട് 3 ഏരിയാസിൽ റിലേറ്റഡ് ആണ്. 1 എൻവയോൺമെൻറ്റ് അസസ്മെൻറ്റ്, 2 എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ്, 3 സപ്പോർട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ്. June 5th is now celebrated as the World Environment Day to commemorate the Stockholm Conference. The significant outcome of Stockholm Conference was the revelation that environmental problems are essentially the byproduct of massive industrialization and large-scale technological application. So ഈ ഒരു സ്റ്റോക്ക്ഹോം കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടാണ് ജൂൺ 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റോക്ക്ഹോം കോൺഫറൻസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് മാസീവായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ്റെയും അതുപോലെ ലാർജ് സ്കെയിൽ ടെക്നോളജിക്കൽ അപ്ലിക്കേഷൻസിൻ്റെ എല്ലാം ഒരു ബൈ പ്രോഡക്റ്റാണ്. സോ ഇതെല്ലാം കൊണ്ടാണ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. Following the Stockholm Conference, the United Nations Environment Program UNEP was set up. So സ്റ്റോക്ക്ഹോം കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം